Hi all, ഇന്ന് ഞാനൊരു ചോക്ലേറ്റ് ട്രഫിൾ കേക്കിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. സോഫ്റ്റ് ആൻഡ് മോയിസ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി കേക്ക് റെസിപ്പിയാണിത്. ചോക്ലേറ്റ് കേക്ക് ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അപ്പോൾ ഈ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഈ ഒരു കേക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. വലിയ ഡെക്കറേഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു സിമ്പിൾ കേക്കാണ്. അപ്പോൾ ബിഗ്നേഴ്സിന് പോലും പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. ഓൾറെഡി ഞാൻ കേക്ക് റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, കാണാത്തവരുടെ കാണാം. ബാക്കി ക്രീം ഫ്രോസ്റ്റിങ്ങും ഡെക്കറേഷനും എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. 1 മണിക്കൂർ ഞാൻ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്ന ബൗളും വിസ്കും ആയിരുന്നു ഇത്. 1 മണിക്കൂർ മുന്നേ ഫ്രീസറിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചിട്ടുള്ള ക്രീമുമാണിത്. ഫിയോന വിപ്പിംഗ് ക്രീമാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അത് നന്നായി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല സ്റ്റിഫായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി അതിൻ്റെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കി വെക്കാം. കേക്ക് ഞാനിവിടെ 3 ലെയേഴ്സായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനായി ചോക്ലേറ്റ് സിറപ്പ് ഉണ്ടാക്കിയതാണ്. ഡാർക്ക് ചോക്ലേറ്റ് ഒരു 1/4 കപ്പ് എടുത്തിട്ട് അതിലോട്ട് 1 ടേബിൾ സ്പൂൺ പാല് ഒഴിച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുത്തതാണ്. ടേൺ ടേബിളിന് മുകളിലേക്ക് ഒരു ബോർഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിന് മുകളിൽ കുറച്ച് ക്രീം പുരട്ടി കൊടുക്കുക. എന്നിട്ട് കേക്കിൻ്റെ ഏറ്റവും മുകളിലുള്ള ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് മുകളിലേക്ക് ഷുഗർ സിറപ്പ് നല്ലോണം ഒഴിച്ചു കൊടുക്കുക. ഈ ഷുഗർ സിറപ്പ് ഞാനൊരു 3/4 കപ്പ് വെള്ളത്തിൽ 4 ടേബിൾ സ്പൂൺ ഷുഗർ ഒഴിച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുത്തതാണ്. അതിലോട്ട് 1 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് മുകളിലേക്ക് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്രീം ഇട്ട് കൊടുക്കുക. ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. എല്ലാ സൈഡും ഒരുപോലെ ക്രീം എത്തുന്ന വിധത്തിൽ ആക്കുക. കട്ടിയിൽ തന്നെ എല്ലാ സൈഡിലും ക്രീം പുരട്ടി കൊടുക്കുക. ഇനി ഇതിന് മുകളിലേക്കായിട്ട് മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ചു കൊടുക്കുക. എല്ലാ സൈഡിലും ഒരുപോലെ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലേക്കായിട്ട് സെക്കൻഡ് ലെയർ വെച്ചു കൊടുക്കുക. എല്ലാ സൈഡും കറക്റ്റ് ആണോ എന്ന് നോക്കുക. എന്നിട്ടൊന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. നല്ലോണം ഇട്ട് അമർത്തി കൊടുത്തേക്കല്ലേ, ഒന്ന് നമ്മുടെ അല്ലെങ്കിൽ ക്രീമൊക്കെ പുറത്തേക്ക് വന്നോവും. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. കാരണം ഫസ്റ്റ് ലെയറും സെക്കൻഡ് ലെയറായിട്ടൊന്ന് ജോയിൻ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. ഇനി അതിന് മുകളിലേക്ക് വീണ്ടും ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് വെറ്റാക്കി എടുക്കുക. നന്നായി വെറ്റ് ചെയ്തെടുത്തതിന് ശേഷം ക്രീം പുരട്ടി കൊടുക്കുക. എല്ലാ സൈഡിലും ഒരുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എല്ലാ സൈഡിലും ഒരുപോലെ ക്രീം ആയിട്ടുണ്ടോ നോക്കുക, അല്ലെങ്കിൽ കേക്കിൻ്റെ ഹൈറ്റിൽ ഡിഫറൻസ് ഉണ്ടാവും. ഇനി ഇതിന് മുകളിലേക്കായിട്ട് ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ചൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുക. ചോക്ലേറ്റ് സിറപ്പ് ശരിക്കും ഓപ്ഷണലാണ്, വേണമെന്നില്ല. പക്ഷെ ഒഴിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ കേക്കിന് ഉണ്ടാവുക കഴിക്കുന്ന ടൈമിൽ. ഇനി ലാസ്റ്റ് ലെയറും വെച്ചു കൊടുത്തു. കേക്കിൻ്റെ ഏറ്റവും താഴെയുള്ള ലെയറാണ് ഞാൻ മുകളിൽ വെച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഐസിങ് ചെയ്യാൻ ഈസിയാണ് അങ്ങനെ വെച്ചു കൊടുത്താൽ. ഇനി അതിന് മുകളിലും ഷുഗർ സിറപ്പ് നന്നായി ഒഴിച്ചു കൊടുക്കുക. ഷുഗർ സിറപ്പ് ഒഴിച്ച് കഴിഞ്ഞു. ഇനി ഇതൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കുക. ക്രം കോട്ട് ചെയ്ത് ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 15 മിനിറ്റ് ഫ്രീസറിൽ വെച്ച് കൊടുക്കുക. 15 മിനിറ്റ് കഴിഞ്ഞിട്ടുള്ള കേക്കാണിത്. ഇനി ഇത് നമുക്ക് അവസാനമായിട്ട് ക്രീം എല്ലാ സൈഡും ഒന്ന് നല്ലോണം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ക്രീം നല്ല സ്റ്റിഫായിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഐസിങ് ചെയ്തെടുക്കാൻ പറ്റും. 1-2 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ക്രീം ബീറ്റ് ചെയ്യുന്ന ടൈമിൽ
ക്രീം ബീറ്റ് ചെയ്യുന്ന ബൗളും വിസ്കും 1 മണിക്കൂർ മുന്നേ ഫ്രീസറിൽ വെക്കാനും നോക്കണം. പിന്നെ നമ്മുടെ ക്രീം 1 മണിക്കൂർ മുന്നേ തന്നെ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരിക്കണം. അധികം ഐസ് ഉണ്ടാവാൻ പാടില്ല ക്രീമിന്. എന്നാൽ തീരെ തണുപ്പില്ലാണ്ട് നിൽക്കാനും പാടില്ല. ആ ഒരു ഇതിലായിരിക്കണം ക്രീം ഉണ്ടാവേണ്ടത്. ഇപ്പം ഞാൻ സ്ക്രേപ്പർ വെച്ച് എല്ലാ സൈഡും നല്ല നീറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ ബോർഡിനായ ക്രീമൊക്കെ ഒന്ന് ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് തുടച്ചു കളയാം. അടുത്തതായിട്ട് ഇനി കേക്കിന് മുകളിലേക്ക് ഒഴിക്കേണ്ട ഗനാഷാണ് തയ്യാറാക്കേണ്ടത്. അതിനായിട്ട് ഞാനൊരു പാനിലോട്ട് 1/4 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒഴിക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് 1/2 കപ്പ് ഡാർക്ക് ചോക്ലേറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഗ്രേറ്റ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പെട്ടെന്ന് മെൽട്ടായി കിട്ടും. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കട്ടയൊന്നും ഇല്ലാത്ത രീതിയിലാക്കുക. എന്നിട്ട് അതിലോട്ട് 1 ടീസ്പൂണ് ബട്ടർ ഇട്ട് കൊടുക്കുക. കുറച്ച് ലൂസായിട്ടുള്ള ഗനാഷാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇതൊന്ന് തണിയാൻ വേണ്ടി വെക്കണം. ആ ഒരു ടൈമിൽ ഇത് കുറച്ചുകൂടി ടൈറ്റ് ആയിട്ടുണ്ടാവും. ഇപ്പോൾ കുറച്ച് തിക്കായിട്ടുണ്ട്. നല്ലോണം തണിയാൻ വെക്കണ്ട, ചെറുതായിട്ടൊന്ന് തണിഞ്ഞാൽ മതി. ഒന്ന് നന്ന ചൂടും ഉണ്ടാവാൻ പാടില്ല. ക്രീമൊക്കെ മെൽട്ടായി പോകും. ഇനി ഇത് കേക്കിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചോക്ലേറ്റ് പുറത്തു പോകാതിരിക്കാൻ വേണ്ടി വലിയൊരു പാത്രത്തിന് മുകളിൽ ടേൺ ടേബിൾ വെച്ചിട്ടാണ് ഒഴിച്ചിട്ടുള്ളത്. വലിയ ഡെക്കറേഷനൊന്നും ഇല്ലാത്തൊരു കേക്ക് ആയതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്തെടുക്കാം. കുറച്ച് ചോക്ലേറ്റ്സ് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ കേക്കിന് മുകളിൽ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ചോക്ലേറ്റ് കേക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഫാമിലി ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ ബൈ. താങ്ക് യു.